إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹധരനായ വിശ്വാസിനി സഹോദരൻ, നാം ഇവരെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമുക്കെല്ലാം എല്ലായ്പ്പോഴും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും വർഷിച്ചുകൊണ്ട് ഇനിയൊരിക്കൽ അവൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെയെല്ലാം അവങ്കിലേക്ക് തന്നെ കൃത്യമായി മടക്കുവാൻ കഴിവുള്ളവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ആദ്യം എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, സലാസ് മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. സ്വഹീഹ് ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്ന വളരെ പ്രശസ്തമായ ഒരു വചനം. ഇത് കേൾക്കാത്തവരായി ഒരുപക്ഷെ നമ്മിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുമെന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം എന്നാണ്. അപ്പോൾ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈമാൻ എന്ന് നമുക്കതിൽ നിന്നും വ്യക്തമാകും. നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, ആഖിറത്തിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഈമാൻ കാര്യങ്ങളായിട്ടുള്ള എല്ലാ 6 കാര്യങ്ങളിലും നമ്മൾ കൃത്യമായി വിശ്വസിക്കുന്നു. ഈ ഈമാൻ നമുക്ക് നൽകുന്ന ഒരു ആസ്വാദനമുണ്ട്, ഈ ഈമാൻ നമുക്ക് നൽകുന്ന ഒരു നിർഭയത്വമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ തന്നെ വല്ലദീന ആമനൂ വലം യൽബസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുൽ അംൻ വഹും മുഹ്തദൂൻ. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്ന കാര്യമാണ്, ആർ വിശ്വസിച്ചുവോ വിശ്വാസത്തിൽ യാതൊരു തരത്തിലുള്ള അതിക്രമവും കലർത്താതിരുന്നുവോ അവർക്ക് നിർഭയത്വമുണ്ട്, അവർ തന്നെയാണ് സന്മാർഗികൾ എന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബാക്കൾ ചോദിച്ചു, നബിയേ, ഞങ്ങളിൽ മുൽമ ചെയ്യാത്തവരായിട്ട് ആരാണുള്ളത്? സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിക്കാത്ത ആരും ഞങ്ങളിലില്ല, പാപങ്ങൾ സംഭവിക്കാത്തവരായി ആരും ഞങ്ങളിലില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഈമാനിനോടൊപ്പം മുൽമ സംഭവിക്കാത്തവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ വചനത്തെ ഞങ്ങൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മറ്റൊരു ആയത്ത് പറഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിക്കുകയാണ്. ഇവിടെ ഉദ്ദേശിച്ച മുൽമ നിങ്ങൾ മനസ്സിലാക്കിയ മുൽമല്ല. അതിക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ഉദ്ദേശിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്നശ്ശിർക ലദുൽമുൻ അദീം,
തീർച്ചയായിട്ടും ശിർക്കുണ്ടല്ലോ, അത് തന്നെയാണ് കൊടിയ അക്രമം, അത് തന്നെയാണ് ഏറ്റവും വലിയ അപരാധം. അപ്പോൾ ഇവിടെ ഈമാനിനൊപ്പം ശിർക്ക് സംഭവിക്കാത്ത ആളുകൾ, അള്ളാഹുവിലുള്ള യഥാർത്ഥ ഈമാനിനോടൊപ്പം അതിൽ യാതൊരു തരത്തിലുള്ള കറയും പുരടാത്ത ആളുകൾ, ഒരു തരത്തിലുമുള്ള ശിർക്കിന്റെ കണികയും ഈമാനുമായി ഇടകലരാത്ത ആളുകൾ, ഏറ്റവും പരിപൂർണമായ ഇഖ്ലാസോട് കൂടിയുള്ള തൗഹീദിന്റെ ആളുകൾ, അവർക്കാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ഈ നിർഭയത്വമുള്ളത്. ആ നിർഭയത്വം ആസ്വദിക്കുന്നതായിരിക്കും നമ്മൾ. യഥാർത്ഥ തൗഹീദിന്റെ ആ നിർഭയത്വം, അള്ളാഹുവെ അല്ലാതെ മറ്റൊന്നിനെയും ഭയക്കാത്ത അവസ്ഥ, ആ നിർഭയത്വം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അങ്ങനെ ഒരു ആസ്വാദനം ഈമാനിനുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ ഒരു മാധുര്യം, ഈമാനിന്റെ വല്ലാത്ത ആ ഒരു രുചി, ഈമാനിന്റെ ആ ഒരു ആസ്വാദനം, ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുമെന്നാണ്. അങ്ങനെ ലഭിച്ചാൽ നമ്മളുടെ ഇബാദത്തുകളെല്ലാം തന്നെ ആസ്വാദനകരമായി തീരും. നമ്മളുടെ ത്വാഅത്തുകളെല്ലാം വലിയ സുഖകരമായി തീരും. അള്ളാഹുവിനെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം തന്നെ വളരെ സുഖപ്രദമായി തീരും. മൂന്ന് കാര്യങ്ങൾ. ഒന്നാമതായി മനസ്സിലാക്കിയതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവും അവന്റെ റസൂലും, ഇത് രണ്ടുമല്ലാത്ത മറ്റെന്തിനേക്കാളിലും അവനെ പ്രിയങ്കരമായി തീരുക ഒരു വിശ്വാസി. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇത് മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് ഏറ്റവും പ്രിയങ്കരമായി തീരുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരായി തീരുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശ്യം എന്താണ്? ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അവന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ഈ കാര്യം പഠിക്കുക. കേവലം പറച്ചിലിലല്ല ആ സ്നേഹമുള്ളത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആല ഇംറാനിലെ 31-ാമത്തെ വചനം അവതരിക്കുന്ന സന്ദർഭം നമുക്കറിയുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബാക്കൾ വന്നുകൊണ്ട് പറയുന്നുണ്ട്, നബിയെ, ഞങ്ങൾക്ക് അള്ളാഹുവിനെ വലിയ ഇഷ്ടമാണ്, അള്ളാഹുവിനെ വലിയ സ്നേഹമാണ് ഞങ്ങൾക്ക് എന്ന് അറാബികളായിട്ടുള്ള ആളുകൾ ഒന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരോട് പറയുവാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾക്ക് അള്ളാഹുവിനെ സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ നബിയെ അവരോട് പറഞ്ഞു കൊടുക്കൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യുക. അതായത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കും. മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുകയും ചെയ്യും. സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മൾ കാണിക്കേണ്ടത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു അവസരത്തിൽ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുന്ന കാര്യമാണ്, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നവർ ഫലത്തിൽ അനുസരിക്കുന്നത് അള്ളാഹുവിനെ തന്നെയാണ്. ഒരു ദൂതൻ, അല്ലെ, ഒരാളയക്കുന്ന ദൂതൻ, ആ ദൂതനോട് കാണിക്കുന്ന ആദരവ്, ആ ദൂതനെ അയച്ച ആളോട് കാണിക്കുന്ന ആദരവിന് സമം തന്നെയാണ്. രാജാക്കന്മാർ പണ്ട് കാലത്ത് ദൂതന്മാരെ അയക്കാറുണ്ട്. ഈ ദൂതന്മാരെ വധിച്ചു കളയുന്ന ഒരു രീതി അന്നുണ്ട്. ആ ദൂതനോടുള്ള ഏതൊരു രീതിയിലുള്ള അനാദരവും ആ രാജാവിനോടുള്ള അനാദരവായി കണക്കാക്കപ്പെടാറുമുണ്ട്. അപ്പോൾ അള്ളാഹു അയച്ച ദൂതനാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാഹുവിന് കൊടുക്കേണ്ട ആദരവ് തന്നെയാണ് ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്ന ആദരവ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും വിരോധങ്ങളും നമ്മളുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടാകണം അള്ളാഹുവിനോടുള്ള ആദരവും അള്ളാഹുവിനോടുള്ള അനുസരണവും നമുക്കുണ്ടാകുന്നത്. ആ രീതിയിൽ തന്നെ ആ വിഷയം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടവരാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ടാണ് എന്നാണ് നമ്മളെ ഇസ്ലാം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കുക. ഈ രണ്ട് അള്ളാഹുവും റസൂലും അല്ലാത്ത മറ്റെന്തു തന്നെ, മറ്റാരും തന്നെ വന്നാലും
അവരുടെ എല്ലാ കൽപ്പനകൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക് എതിരായി വന്നാൽ, അല്ലെങ്കിൽ അള്ളാഹുവും റസൂലും വിരോധിച്ച ഒരു കാര്യത്തിലേക്ക് അത് ചെയ്യുവാൻ വേണ്ടി മറ്റാരുടെ കൽപ്പന വന്നാലും ശരി, സ്വന്തം ഉമ്മയാണെങ്കിലും ശരി, വാപ്പയാണെങ്കിലും, ഭാര്യയാണെങ്കിലും, മക്കളാണെങ്കിലും, സഹോദരങ്ങളാണെങ്കിലും, നമ്മൾ അതിനെയെല്ലാം നിഷേധിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ അതിനെയെല്ലാം നമ്മൾ തള്ളിക്കളയേണ്ടവരാണ്. അങ്ങനെയാണ് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം നമുക്കുണ്ട് എന്ന് നമുക്ക് തന്നെ അവകാശപ്പെടാൻ സാധിക്കുന്നത്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വെറുതെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈമാനുള്ള ആളുകൾ, വല്ലദീന ആമനൂ, മുഅ്മിനുകൾ, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോട് അതിശക്തമായ സ്നേഹമുള്ളവർ. വെറും സ്നേഹം എന്നല്ല അള്ളാഹു പറയുന്നത്, അതിശക്തമായ സ്നേഹം. അപ്പൊ നമുക്ക് നമ്മളുടെ സ്നേഹം ഏത് രീതിയിലാണ്? ആലോചിച്ചു, അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ വാദിക്കുന്നു, നമ്മൾ അവകാശപ്പെടുന്നു. നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കും. അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്റെ ജീവിതത്തിൽ അതിന്റെ സ്ഥാനം എന്താണ്? സഹോദരങ്ങളെ, വളരെ വളരെ ആത്മാർത്ഥമായി ഈ ഒരു ചോദ്യം നമ്മൾ സ്വീകരിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മളുടെ ജീവിതത്തിൽ അതെങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ സ്വാധീനിക്കുന്നു, ഏതു രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്, ഏതു രീതിയിലാണ്? ഒരു മനുഷ്യർ വെച്ചിട്ടുള്ള ക്യാമറകളുടെ അരികിലൂടെ പോകുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്താണ്? എന്നാൽ അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്ത നമ്മളിൽ അത്ര തന്നെ വരുന്നില്ല. എവിടെയാണ് ഇവിടെ പിഴച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ CCTV ക്യാമറകൾക്ക് കൊടുക്കുന്ന ആ ഒരു വില പോലും പലപ്പോഴും അള്ളാഹുവിന് കൊടുക്കാറില്ല. അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്ത നമുക്ക് വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് നമ്മൾ അന്വേഷിച്ചു പോയാൽ നമുക്ക് മനസ്സിലാകും, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നേടുന്നതിൽ നമ്മൾ പരാജിതരാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു എല്ലാം കാണുന്നവനാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ കേട്ടിട്ടുണ്ട്, അള്ളാഹു എല്ലാം കാണുന്നവരാണ്, അള്ളാഹു സമീഉൻ, അള്ളാഹു ബസീറുൻ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അള്ളാഹു എല്ലാം കാണുന്നവനുമാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിവിലേക്ക് അത് എത്താത്തതിന്റെ കാരണം ഇൽമ് യഥാർത്ഥ രീതിയിൽ നമ്മൾ നേടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുന്നു മക്കയിലേക്ക്, ജസീറത്തുൽ അറബിലേക്ക്. അങ്ങനെ അയക്കുമ്പോൾ ആ അറബികളുടെ അവസ്ഥ എന്തായിരുന്നു ആ സമയം? നമുക്കറിയാം, പറയേണ്ടതില്ല. എല്ലാ നിലക്കും അന്ധകാരത്തിന്റെ പടുകുഴികൾ, എല്ലാ നിലക്കുമുള്ള തൊലാലത്തിന്റെയും ആഴങ്ങളിൽ, പാതാളങ്ങളിൽ കഴിയുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇസ്ലാം ആദ്യം പ്രയോഗിച്ച പ്രയോഗം എന്താണ്? നിങ്ങൾ മദ്യപിക്കരുത് എന്നാണോ? നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണോ? നിങ്ങൾ പലിശ വാങ്ങരുത്, കൊടുക്കരുത് എന്നാണോ? അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെ വിരോധിക്കുകയാണോ ആദ്യം ചെയ്തിട്ടുള്ളത്? എന്താണ് ആദ്യം ചെയ്തിട്ടുള്ളത്? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അവരുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഏതു രീതിയിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ഖാലിഖായ, നിങ്ങളുടെ സൃഷ്ടാവായ, ഒന്നുമില്ലായ്മയിൽ നിന്നും നിങ്ങളെ ഉണ്ടാക്കി കൊണ്ടുവന്ന, നിങ്ങളുടെ ഓരോ നിമിഷത്തിലും, നിങ്ങളുടെ അനക്കത്തിലും അടക്കത്തിലും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും യാതൊരു തരത്തിലും നിങ്ങളുടെ പങ്കില്ലാതെ തന്നെ നിങ്ങളെ കൊണ്ടുപോകുന്ന ആ അള്ളാഹു, നിങ്ങളുടെ സൃഷ്ടാവായ, നിങ്ങളുടെ യജമാനനായ, നിങ്ങളുടെ രാജാവായ അള്ളാഹു എന്നുള്ള ആ ഒരു അറിവ് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കുമ്പോൾ മക്കിയായ സൂറത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിനെ കുറിച്ച്, ഇങ്ങനെ അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് കൃത്യമായി അവരുടെ മനസ്സുകളിൽ അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിൽ, ഈയമൊരുക്കി ഉറപ്പിച്ച രീതിയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ അറിവ് സ്വഹാബാക്കളുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു. പിന്നെ അവരെന്തിനും തയ്യാറാണ്. മദ്യം ഉപേക്ഷിക്കണോ? ഉപേക്ഷിക്കാം. അള്ളാഹുവല്ലേ കൽപ്പിക്കുന്നത്, ഞങ്ങൾ ഉപേക്ഷിക്കും. വ്യഭിചരിക്കരുതോ? ഇല്ല, ചെയ്യില്ല. പലിശ വാങ്ങില്ല. അള്ളാഹുവിന് വേണ്ടി ഈ ജനിച്ച നാടും വളർന്ന വീടും ഞങ്ങളുടെ സമ്പാദ്യങ്ങളും എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് യാത്ര പോകണമോ? പോകാം. സ്വഹാബാക്കൾ റെഡിയായിരുന്നു, തയ്യാറായിരുന്നു. ഈ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംസ്കരിച്ചെടുത്തത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എന്താണ്? എന്താണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്? അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം അറിയുമോ? നമുക്ക് അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ എത്ര പേർക്ക് കൃത്യമായി പറയാൻ പറ്റും?
അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യൻ എന്നാണ് എന്ന് എത്ര പേർക്കറിയാം? അള്ളാഹുവിന്റെ സിഫത്തുകളെ എത്ര പേർക്കറിയാം? അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ച് കൃത്യമായി പഠിച്ചവർ എത്ര പേരുണ്ട്? അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ, അവന്റെ സ്വർഗവും നരകവും, അതിന്റെ വിശേഷണങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉയർത്തെഴുന്നേൽപ്പ്, അള്ളാഹുവിന്റെ നമ്മളുമായിട്ടുള്ള സംസാരം, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ ശിക്ഷ, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഏത് രീതിയിൽ അറിയാം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പഠിക്കണം, ഇനിയും പഠിക്കണം, പഠിച്ചു തുടങ്ങണം. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, അള്ളാഹുവിനെ കുറിച്ച് അറിയണം. അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തതിന്റെ കുറവാണ് നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ഇബാദത്തുകളിൽ, നമ്മളുടെ ഓരോ അവസരങ്ങളിലും, നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പടി അള്ളാഹുവിനെ അറിയലാണ്. മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ആ അറിവിലൂടെ തസ്കിയത്ത് സംഭവിക്കണം, തസ്കിയത്തുൻ നഫ്സ് സംഭവിക്കണം. അത് സംഭവിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ ഈ ഘട്ടങ്ങളെല്ലാം ചാടിക്കടന്ന് ദഅവത്തിലേക്ക് കടന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? തസ്കിയത്തില്ലാത്ത ഒരാൾ ദഅവത്ത് ചെയ്താൽ എന്തുണ്ടാകാനാണ്? എന്തു മാറ്റമുണ്ടാകാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ മാറ്റം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്തായ ഇടപെടലുകളിലൂടെ, അതുപോലെ തന്നെ അഫ്വിലൂടെ, ആളുകളോടുള്ള ഏറ്റവും സ്നേഹത്തോടുള്ള പെരുമാറ്റത്തിലൂടെ, കരുണയോടുള്ള ഇടപെടലുകളിലൂടെ, അതുപോലെ തന്നെ ശത്രുക്കളോട് പോലും പ്രതിപക്ഷ ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള വളരെ വിവേകത്തോടു കൂടിയുള്ള ഇടപെടലുകളിലൂടെ എല്ലാമാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ എന്ത് മാറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മളിലൂടെ മാറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരാത്തതിന്റെ കാരണം തസ്കിയത്തുൻ നഫ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ തന്നെ നന്നായിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ നന്നാക്കുക? തസ്കിയത്തുൻ നഫ്സിന്റെ പ്രാധാന്യം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച അതേ നഫ്സ്, നമ്മളുടെ ഉള്ളിലുള്ള ആ നഫ്സിനെ സംസ്കരിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അതിനു വേണ്ട കാര്യങ്ങൾ, അതിനു വേണ്ട ഇബാദത്തുകൾ, അതിനു വേണ്ട ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ, സൽക്കർമ്മങ്ങൾ, ഇതിലെല്ലാം നമ്മൾ അശ്രദ്ധരാണ്. പിന്നെ എങ്ങനെയാണ് തസ്കിയത്തുൻ നഫ്സ് സംഭവിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് നമ്മളിലൂടെ ആളുകൾ മാറുന്നത്? സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവകരമായി നമ്മൾ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവ് നേടുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അവന്റെ കിതാബിലൂടെ തന്നെ. ഇതിനുവേണ്ടി നമ്മൾ ഒരുപാട് വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടതില്ല. ഇത് വളരെ എളുപ്പമാണ്. 6 വർഷമോ 8 വർഷമോ അറബിക് കലാലയങ്ങളിൽ പോയി പഠിക്കുകയോ ഒന്നും വേണമെന്ന് ഇല്ല. നമ്മളുടെ വിരൽ തുമ്പിൽ നിന്നെല്ലാം ഉണ്ട്. നമ്മളൊന്ന് സന്നദ്ധരായി അള്ളാഹുവിനോട് അതിന്റെ തൗഫീഖ് ചോദിച്ച്, അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ലഭിച്ചാൽ ആ അറിവ് നമുക്ക് ലഭിക്കും. ആ അറിവ് നേടുന്നതിലൂടെ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ സാധിക്കും. ആ അറിവാണ് ഈ ഈമാൻ ആയി പരിവർത്തിക്കപ്പെടുന്നത്. ഏതൊരു അറിവും ഒന്നുകിൽ ഈമാനായി മാറും, അല്ലെങ്കിൽ അമലായി മാറും. ശരിയായ അറിവ് ലഭിച്ചില്ലെങ്കിൽ ശരിയായ വിശ്വാസവും ഉണ്ടാകില്ല, ശരിയായ അമലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അറിവ് നേടുന്നതിൽ നമ്മൾ ശ്രദ്ധാലുക്കളാവുക. കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന്, പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും നമ്മൾ പഠിക്കുക. ആ പഠിച്ച അറിവിനെ നമ്മൾ വിശ്വാസമാക്കി പരിവർത്തിപ്പിക്കുക. ആ അറിവിനെ തന്നെ നമ്മൾ അമലുകളാക്കി പരിവർത്തിപ്പിക്കുക. എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവൂ നമുക്കും നമ്മളുടെ സമൂഹത്തിലും? അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ഈ രീതിയിലുള്ള ശുദ്ധീകരിക്കപ്പെട്ട നഫ്സുകളിലൂടെ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവൂ. ഏത് മാറ്റങ്ങളെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് തസ്കിയത്തുൻ നഫ്സ് സംഭവിച്ച ഒരു ശുദ്ധമായ, ഒരു ശുദ്ധീകരിക്കപ്പെട്ട ഒരു ആത്മാവിലൂടെ, അല്ലെങ്കിൽ അത്രയും നന്മയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരാളിലൂടെ ആയിരിക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒന്നാമതായി നമുക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക. ഒരു കാര്യത്തെയും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല അതിനെ കൃത്യമായി അറിഞ്ഞിട്ടല്ലാതെ. അള്ളാഹിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ നമ്മളെങ്ങനെ അള്ളാഹിനെ സ്നേഹിക്കുന്നത്? അള്ളാഹു നമ്മളെ എത്ര സ്നേഹിക്കുന്നു നമുക്ക് അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, ഒരു യുദ്ധവേളയിൽ ഒരു ഉമ്മ തന്റെ മകനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. എല്ലാവർക്കും അത്ഭുതമായി. ഈ യുദ്ധം ജീവൻ പണയം വെച്ച ആളുകൾ യുദ്ധം ചെയ്യുന്നതിനിടയിലൂടെ ഉമ്മ ഓടി നടക്കുകയാണ് മകനെ അന്വേഷിച്ചുകൊണ്ട്. അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് കൗതുകമായി. ആ ഉമ്മയുടെ അവസ്ഥ എന്താണെന്ന് അവർ നോക്കിയപ്പോൾ
ആ ഉമ്മക്ക് ആ മകനെ തിരിച്ചു കിട്ടി. ആ മകനെ കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് നെറുകയിൽ പുണർന്ന് മുത്തങ്ങളെല്ലാം നൽകിക്കൊണ്ട് ആ ഉമ്മ ആ കുട്ടിയെ കിട്ടിയ സന്തോഷത്തിൽ എന്ത് ചെയ്യുന്നു, വല്ലാതെ സന്തോഷവതിയായി കാണപ്പെടുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നു, ഈ ഉമ്മ ഈ കുട്ടിയെ അഗ്നിയിൽ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, തീയിലേക്ക് എറിയുമെന്ന് തോന്നുന്നുണ്ടോ? സ്വഹാബകൾ പറഞ്ഞു, ഒരിക്കലും റസൂലേ, ഒരിക്കലും ആ ഉമ്മക്ക് അതിന് കഴിയില്ല, പ്രത്യേകിച്ചും ഈ നിമിഷത്തിൽ എന്തായാലും കഴിയില്ല. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന് ആ ഉമ്മക്ക് ആ കുട്ടിയോട് ഉള്ളതിന്റെ 70 മടങ്ങ്, സഹോദരങ്ങളെ ആലോചിച്ചു, 70 മടങ്ങ് സ്നേഹം അവന്റെ അടിയാന്മാരോട് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ സ്നേഹം അള്ളാഹുവിന് നമ്മളോടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് അള്ളാഹുവിനോട് ഉണ്ടാകുന്ന സ്നേഹം, നമ്മളുടെ ഉമ്മയോട് നമ്മൾ കാണിക്കുന്നതിന്റെ സ്നേഹം, നമ്മളുടെ ഉപ്പയോട് നമ്മൾ കാണിക്കുന്നതിന്റെ സ്നേഹം, അതിന്റെ 70 മടങ്ങ് സ്നേഹം നമുക്ക് അള്ളാഹുവിനോട് തിരിച്ചുണ്ടാകണം. അള്ളാഹുവിന് ഇങ്ങോട്ടുള്ള സ്നേഹം അതുപോലെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ആ രീതിയിൽ അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ കൽപ്പനകളെ ആ രീതിയിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ നോക്കുക. കാരണം സ്നേഹം എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല. ഒരു സ്നേഹവും പ്രകടിപ്പിക്കപ്പെടാതെ പോകുന്ന സ്നേഹമായി വിലയിരുത്താറില്ല. നമ്മളുടെ ബന്ധുക്കൾക്കിടയിലാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകും. ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടായില്ല, ആ സ്നേഹം ഭർത്താവിന് അനുഭവപ്പെടണം. ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടായോ, ആ ഭർത്താവിൽ നിന്നുള്ള കരുതലിലൂടെ, അതുപോലെ തന്നെ ഇടപെടലിലൂടെ, പെരുമാറ്റത്തിലൂടെ ഭാര്യയ്ക്ക് അനുഭവപ്പെടണം, മക്കൾക്ക് അനുഭവപ്പെടണം, തിരിച്ച് മക്കളിൽ നിന്നും മാതാപിതാക്കൾക്കും അനുഭവപ്പെടണം. അതല്ലാത്തതിനെ സ്നേഹം എന്ന് പറയില്ല. എങ്കിൽ അള്ളാഹുവിനോട് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ നമ്മൾ എവിടെയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ റസൂലിനോടും ആ സ്നേഹം, തിരിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, നമുക്ക് അറിയാം, ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കണ്ടപ്പോൾ ആ ഖബറിനടുക്കിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ കൊതിയാവുകയാണ്. സ്വഹാബകൾ ചോദിക്കുന്നു, നബിയെ, ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ല, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്ന ഒരു സംഘം ആളുകൾ വരുവാനുണ്ട്, അവരാണ് ഞാൻ ഉദ്ദേശിച്ച എന്റെ സഹോദരങ്ങൾ. നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മളെ കാണുവാൻ ആഗ്രഹമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മളോട് സ്നേഹമുണ്ട്. നമുക്ക് തിരിച്ച് ആ സ്നേഹം എങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത്? അവിടത്തെ അനുസരിച്ചുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കാനായിരുന്നു ആളുകൾക്ക് ആഗ്രഹം, സ്വഹാബാക്കൾക്ക് അത് സ്വീകരിക്കാനായിരുന്നു. അത് സുന്നത്താണോ അല്ലെങ്കിൽ ഫർദാണോ എന്ന് അന്വേഷിക്കാറില്ല. പക്ഷെ നമ്മൾ അന്വേഷിക്കുന്നു, അത് സുന്നത്തല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണെങ്കിൽ അത് സുന്നത്തല്ലേ, എന്തിനാണ് എടുക്കുന്നത്? എടുക്കൽ നിർബന്ധമൊന്നുമില്ലല്ലോ. ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ രീതിയിലാകരുത്. സ്വഹാബാക്കളുടെ മനസ്സിലാക്കൽ, ഫഹ്മു സ്വഹാബ എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു കാര്യം ഇസ്ലാമിലുണ്ട്. സ്വഹാബാക്കളുടെ മനസ്സിലാക്കൽ, ദീനിനെ അവർ മനസ്സിലാക്കിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക. അവരെങ്ങനെ സ്വീകരിച്ചുവോ അങ്ങനെ തന്നെ നമ്മളും സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയ കാൽപ്പാടുകളിൽ കാൽ വെച്ചുകൊണ്ട് നടന്നുപോയ സ്വഹാബാക്കൾ നബി അനുധാവനം ചെയ്യുന്നതിൽ അവരുടെ മാതൃക ആയിരുന്നു. ഒരു വേള അത് യഥാർത്ഥമായിട്ടുള്ള ഒരു പക്ഷേ അത് ആവശ്യപ്പെട്ട കാര്യമല്ല എങ്കിൽ പോലും അവർ അത്രയ്ക്കും ചാണിന് ചാണായി മുഴത്തിന് മുഴമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റി. നമ്മൾ എങ്ങനെയാണ് പിൻപറ്റുന്നത്? നമുക്കത് എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ലാത്തതും, അങ്ങനെയല്ലേ നമ്മൾ സുന്നത്തിനെ കാണുന്നത്? ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ കാണേണ്ടത്? നമ്മൾ ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നവരാണ് എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ഏത് രീതിയിലാണ് സുന്നത്തുകളെ നമ്മൾ കാണേണ്ടത്, ഏത് രീതിയിലാണ് അല്ലാഹുവിന്റെ കൽപ്പനകളെ കാണേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അല്ലാഹുവിന് വേണ്ടി മാത്രമായിട്ടല്ലാതെ ഒരാളെ സ്നേഹിക്കാതിരിക്കുക. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുവാനുള്ള രണ്ടാമത്തെ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഒരാളെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത്.
ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി അല്ലാതെ അയാളെ സ്നേഹിക്കുന്നില്ല. നമ്മളുടെ ഉമ്മയാകട്ടെ, ഉപ്പയാകട്ടെ, ഭാര്യയെ, മക്കളെ, സഹോദരനെ, നമ്മളുമായി അടുത്ത നമ്മളുടെ സുഹൃത്തുക്കൾ, ആദർശ ബന്ധുക്കൾ, അതുപോലെ തന്നെ നമ്മളുടെ അധ്യാപകർ, ശിഷ്യർ, അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? അള്ളാഹുവിന് വേണ്ടി. من أحب لله وأبغض لله وأعطى لله ومنع لله فقد استكمل الإيمان. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു, അള്ളാഹുവിന് വേണ്ടി വെറുത്തു, അള്ളാഹുവിന് വേണ്ടി തന്നെ നൽകി, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ട് തന്നെ തടഞ്ഞു എങ്കിൽ ഈമാൻ, അയാളുടെ ഈമാൻ പൂർത്തിയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ സ്നേഹം എന്തിന്റെ പേരിലാണ്? ദുനിയാവിന് വേണ്ടിയിട്ടാണോ? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ചില ഒരു കൂട്ടുകെട്ടിന് വേണ്ടി മാത്രമായിട്ടാണോ? അതല്ലെങ്കിൽ നമുക്ക് ദുനിയാവിൽ വലിയ വലിയ സ്ഥാനമാനങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളുമായി കൂട്ടുനേടണം എന്നാണോ? അങ്ങനെയൊന്നുമല്ല. കൂട്ടുകെട്ട് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ മാനദണ്ഡം എന്തായി മാറുക? അള്ളാഹുവിന് വേണ്ടി മാത്രമായി മാറുക. ഉമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് സ്നേഹിക്കുന്നത്? അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പാപ്പയെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ തൃപ്തി അവരുടെ തൃപ്തിയിലാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കോപം അവരുടെ കോപത്തിലാണ്. അതുകൊണ്ട് അവരുടെ തൃപ്തി എനിക്ക് നേടിയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ അവരെ സ്നേഹിക്കുക. ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നതിന് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. ഏതൊരു സ്ത്രീയാണോ അവരുടെ ഭർത്താവ് അവളെ തൃപ്തിപ്പെട്ട നിലയിൽ മരിച്ചു പോകുന്നത്, അവൾ മരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് അവളെ പറ്റി തൃപ്തിപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ അവൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിനെ സ്നേഹിക്കുക, തിരിച്ചു ഭാര്യയെ സ്നേഹിക്കുക. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു കരാറിന്റെ പേരിലാണ് നിങ്ങൾ അവരുമായിട്ടുള്ള ബന്ധമുള്ളത്. അതുകൊണ്ട് അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക, അവരോട് സ്നേഹത്തോടെ വർത്തിക്കുക. അള്ളാഹുവിന്റെ കൽപ്പന, അതിനുവേണ്ടി സ്നേഹിക്കുക. ഇങ്ങനെ ഏതു സ്നേഹവും, നമ്മളുടെ സ്നേഹങ്ങളെല്ലാം തന്നെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആയി എപ്പോൾ മാറുന്നുവോ അന്ന് നമുക്ക് കിട്ടും ഈ ഈമാനിന്റെ മാധുര്യം. അന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ആ ഈമാനിന്റെയും ഈ ഇബാദത്തുകളുടെയും ആസ്വാദനം. അതുപോലെ തന്നെ മൂന്നാമതായി കുഫ്റിലേക്ക് മടങ്ങുന്നത്, അതായത് അവിശ്വാസത്തിലേക്ക് മടങ്ങുന്നത്, തീയിലേക്ക് വലിച്ചെറിയുന്നതിനെ പോലെ വെറുക്കണമെന്നാണ്. അങ്ങനെ ഒരു അവസ്ഥ ഒരുപക്ഷെ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഒരു വലാലത്തിന്റെ, ഒരു ജാഹിലിയത്തിന്റെ സമയം നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. ആ സമയത്ത് പല രീതിയിലും അല്ലാഹുവിനെ ധിക്കരിച്ച് അല്ലാഹുവിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് കടന്നു പോയവരായിരിക്കാം നമ്മൾ. പക്ഷെ അതിലേക്ക് തിരിച്ചു മടങ്ങുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരിക്കലും തിരിച്ച് അതിലേക്കൊരു പോക്ക് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് അള്ളാഹു അതിനെ നമ്മൾ ഏതുപോലെ വെറുക്കണം? തീയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ. തീയിലേക്ക് എറിയാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടില്ല, അത് നമ്മളെല്ലാവരും വെറുക്കുന്ന കാര്യമാണ്. അതുപോലെ നമ്മൾ വെറുക്കുക എന്നുള്ളതാണ് മൂന്നാമതായി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ പരമാവധി നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലിൽ വഫാ വതാബിഈൻ വമൻ ബിഹുദാഹും ഇഖ്തഫാ. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൽ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ഓർത്തു നോക്കാം. അള്ളാഹു, അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും ഒരാൾക്ക് പ്രിയങ്കരമായി തീർന്നാൽ അയാൾക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരാളെ അള്ളാഹുവിന് വേണ്ടി മാത്രമായി സ്നേഹിച്ചാൽ അയാൾക്കും ഈ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സാധിക്കും ഇൻഷാ അല്ലാഹ്. മൂന്നാമതായി കുഫറിലേക്ക്, അവിശ്വാസത്തിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥ
അതിനെ തീയിലേക്ക് എറിയപ്പെടുന്നത് ഭയക്കുന്നത് പോലെ, അതിനെ വെറുക്കുന്നത് പോലെ ഭയക്കുക എന്നുള്ള ഒരവസ്ഥ നമ്മളിൽ ഉണ്ടായാലും ആ ഈമാനിന്റെ വാർത്തയെ നമുക്ക് ആസ്വദിക്കാം എന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനെ പറ്റി കൃത്യമായി പഠിച്ചു, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി, ആ അള്ളാഹു എപ്പോഴും എൻ്റെ ജീവിതത്തെ ഞാൻ അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ എനിക്ക് ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും നിലനിൽപ്പില്ല എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയുന്നു. ആ രീതിയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി യഥാർത്ഥ അറിവ് നേടി അതിലൂടെ യഥാർത്ഥ ഈമാൻ നേടുകയും ആ ഈമാനിന്റെ ബലത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ കരുത്തിൽ യഥാർത്ഥമായ സൽക്കർമ്മങ്ങൾ സമ്പാദിക്കുകയും അതുവഴി അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളായി മാറുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കുകയും അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ തന്നെ ഒന്നിച്ചു കൊണ്ടുകയും അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുടെ അവരുടെ ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ഏത് നിലക്കും കൊണ്ടോ ആകട്ടെ അവരുടെ വ്യതയറിയുന്ന അള്ളാഹു എല്ലാ നിലക്കുമുള്ള ശിഫയും സൗഖ്യവും ആരോഗ്യവും നോക്കി അനുഗ്രഹിക്കട്ടെ. والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين في فلسطين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.